മക്കളെ, ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാൻ പോകുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 12. ക്വസ്റ്റ്യൻ നമ്പർ 12 വന്നിരിക്കുന്നത് നമ്മൾ എപ്പോഴും പറയുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമെന്ന് എപ്പോഴും നമ്മൾ പറയാറുണ്ട്. അതിൽ നിന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ക്വസ്റ്റ്യൻ ഒന്ന് നോക്കി നോക്ക്. ഒറ്റ നോട്ടത്തിൽ തന്നെ നമുക്കറിയാം ഇതൊരു ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണെന്ന്. ഇഫ് sin of y by x is equal to log mod x plus alpha by 2 is the solution of the differential equation. ഏതാ ഡിഫറൻഷ്യൽ ഇക്വേഷൻ പറയുന്നത്? x into cos of y by x into dy by dx is equal to y into cos of y by x plus x. ഈ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ സൊല്യൂഷൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഇനിയോ ഒരു ഇനീഷ്യൽ കണ്ടീഷൻ തന്നിട്ടുണ്ട്, y of 1 equal to pi by 3. അല്ലേ? അപ്പൊ ഇതാണല്ലോ സൊല്യൂഷൻ. ഇവിടെ ഒരാൾ മിസ്സിംഗ് ആണ്, ആൽഫ. അപ്പോൾ നിങ്ങളോട് ചോദിച്ചിരിക്കുന്നത് ആൽഫ സ്ക്വയറിന്റെ വാല്യൂ എന്താണെന്ന്. നമുക്ക് സോൾവ് ചെയ്തിട്ട് എന്താണ് കിട്ടുക എന്ന് നോക്കാം. നോക്കണേ, എക്സ് ഇൻറ്റു കോസ് ഓഫ് വൈ ബൈ എക്സ് ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് ഈസ് ഈക്വൽ ടു വൈ ഇൻറ്റു കോസ് ഓഫ് വൈ ബൈ എക്സ് പ്ലസ് എക്സ് എന്നാണ്. അല്ലേ? അപ്പൊ ഡി വൈ ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു എന്ത് കിട്ടും മക്കളെ? വൈ into cos of y by x plus x whole divided by x into cos of y by x എന്ന് എഴുതാലോ. ഇത് ഹോമോജീനിയസ് ആണല്ലോ. ഹോമോജീനിയസ് ആണെങ്കിൽ സബ്സ്റ്റിറ്റ്യൂഷൻ y is equal to എന്താണ്? y is equal to ഏത് ഫോമിലേക്ക് എഴുതാം? vx എന്ന ഫോമിലേക്ക് എഴുതാം. y vx ആണെങ്കിൽ dy by dx എന്തായിട്ട് മാറും എന്നാണ് നമ്മൾ പഠിച്ചത്. dy by dx എന്ന് പറഞ്ഞാൽ v plus x into dv by dx ആണ്. അല്ലേ? ആ രീതിയിലേക്ക് ഇതിനെ മാറ്റി എഴുതുമ്പോൾ നോക്കണേ, ഡി വൈ ബൈ ഡി എക്സിന്റെ സ്ഥാനത്ത് വി പ്ലസ് എക്സ് ഇൻറ്റു ഡി വി ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു റൈറ്റ് സൈഡിലേക്ക് വൈ. ഹോമോജീനിയസ് ആകുമ്പോൾ എക്സ് റൈറ്റ് സൈഡില് എക്സിന് 1 കൊടുക്കണം, വൈക്ക് വി കൊടുക്കണം. അതാണ് ഏറ്റവും എളുപ്പമുള്ള വിദ്യ നമ്മൾ പഠിച്ച്. അപ്പൊ ആദ്യം വൈ ആണ്, വൈ എന്ന് പറയുമ്പോൾ വി ഇൻറ്റു കോസ് ഓഫ് വൈ ബൈ എക്സ് അല്ലേ വന്നിരിക്കുന്നത്. അല്ലേ? കോസ് ഓഫ് വൈ ബൈ എക്സ് അല്ലേ വന്നിരിക്കുന്നത്. അവിടെ എന്ത് ചെയ്താ? അവിടെ നമുക്ക് എന്ത് ചെയ്താ? വി എന്ന് എഴുതാ. പ്ലസ്, കാരണം y ഈക്വൽ ടു വി എക്സ് ആണ്, y ബൈ എക്സ് ഈക്വൽ ടു വി ആയിട്ട് മാറും. പ്ലസ് എക്സ് ആണ് 1 എന്ന് എഴുതാ. ഡിവൈഡഡ് ബൈ എന്താ വന്നിരിക്കുന്നത്? എക്സ് ഇൻറ്റു ദാറ്റ് മീൻസ് 1 ഇൻറ്റു കോസ് വി എന്ന് എഴുതാം. ഇതല്ലേ എഴുതാ? അല്ലേ? ഇനി ലെഫ്റ്റ് സൈഡിലെ വി ഓപ്പോസിറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകുമ്പോൾ എക്സ് ഇൻറ്റു ഡി വി ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു വി പ്ലസ് cos v plus 1 sorry v into cos v plus 1 divided by cos v minus v എന്ന് എഴുതാം. അല്ലേ? ഇത് സിംപ്ലിഫൈ ചെയ്താൽ മക്കൾക്ക് എന്താ കിട്ടുക? 1 by cos v എന്നല്ലേ കിട്ടുക. 1 by cos v എന്നല്ലേ കിട്ടുക. ഇനിയോ ഇത് വേരിയബിൾ സെപ്പറബിൾ ഫോമിലേക്ക് മാറ്റി എഴുതണം. വേരിയബിൾ സെപ്പറബിൾ ഫോമിലേക്ക് മാറ്റി എഴുതുമ്പോൾ നമുക്ക് കിട്ടും v cos v into നോക്കണേ, cos v into dv is equal to dx by x എന്ന് കിട്ടും. അല്ലേ? ഇനി ഇന്റഗ്രേറ്റ് ചെയ്താൽ മതിയല്ലോ. ഇന്റഗ്രൽ ഓഫ് കോസ് വി എന്ന് പറയുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ എന്താണ്? സൈൻ വി ആണ്. ഈസ് ഈക്വൽ ടു റൈറ്റ് സൈഡ് 1 by x ആണ്. ഇന്റഗ്രേറ്റ് ചെയ്താൽ ലോഗ് മോഡ് എക്സ് എന്ന് കിട്ടും. പ്ലസ് എ കോൺസ്റ്റന്റ് സി എന്ന് എഴുതാം. എഴുതിക്കൂടെ? ഇനിയോ സൈൻ ഓഫ് വി എന്ന് പറഞ്ഞാൽ വൈ ബൈ എക്സ് ആണ്. സൈൻ ഓഫ് വൈ ബൈ എക്സ് ഇസ് ഈക്വൽ ടു ലോഗ് മോഡ് എക്സ് പ്ലസ് സി എന്ന് എഴുതാം. ഇനി കണ്ടീഷൻ അപ്ലൈ ചെയ്യാലോ. വൈ ഓഫ് 1 ഈക്വൽ ടു പൈ ബൈ 3 എന്ന കണ്ടീഷനിലേ തന്നിരിക്കുന്നത്. അതിന്റെ മീനിങ് എന്താ? എക്സിന് 1 കൊടുക്കണം, വൈക്ക് ആ സമയത്ത് എന്താ കൊടുക്കേണ്ടത്? പൈ ബൈ 3. എക്സിന് 1ഉം വൈക്ക് പൈ ബൈ 3യും കൊടുത്തു കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡ് സൈൻ ഓഫ് പൈ ബൈ 3 എന്ന് കിട്ടും. സൈൻ ഓഫ് പൈ ബൈ 3 എന്ന് പറഞ്ഞാൽ ആരാണ്? √3/2 ആണ്. ഈസ് ഈക്വൽ ടു ലോഗ് 1 ആയിട്ട് മാറും. ബിക്കോസ് എക്സ് 1 അല്ലേ, ലോഗ് 1 0 ആണ്. അപ്പോൾ സിയുടെ വാല്യൂ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. അല്ലേ? അപ്പൊ നമ്മളെ സൊല്യൂഷൻ എന്തായിട്ട് മാറി? സൈൻ ഓഫ് വൈ ബൈ എക്സ് ഈസ് ഈക്വൽ ടു ലോഗ് മോഡ് എക്സ് പ്ലസ് സി ആണ്. സി എന്ന് പറഞ്ഞാൽ √3/2 ആണ്. സൊല്യൂഷൻ എന്താണെന്ന ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്? സൈൻ ഓഫ് വൈ ബൈ എക്സ് ഇസ് ഈക്വൽ ടു ലോഗ് മോഡ് എക്സ് പ്ലസ് ആൽഫ ബൈ 2 ആണ്. ആൽഫയുടെ സ്ഥാനത്ത് ആരാ വന്നിരിക്കുന്നത്? √3 ആണ് വന്നിരിക്കുന്നത്. ആൽഫയുടെ സ്ഥാനത്ത് ആരാ വന്നിരിക്കുന്നത്? √3 ആണ്. കാണേണ്ടത് ആൽഫ സ്ക്വയർ ആണ്. ആൽഫ സ്ക്വയർ ഇസ് ഈക്വൽ ടു എന്തായിട്ട് മാറും? 3 ആയിട്ട് മാറും. അതായത് ഓപ്ഷൻ 1 ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. ഡിഫറൻഷ്യൽ ഇക്വേഷനൊക്കെ വളരെ നല്ല പോലെ നോക്കിക്കഴിഞ്ഞാൽ വേഗം അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ജെയ്ക്ക് പലപ്പോഴും ചോദിച്ചിട്ടുള്ളത്. ഓക്കെ ആണല്ലോ?